അത് കഴിഞ്ഞ രാത്രി ഡാൻസ് ചെയ്തിന്റെ മേക്കപ്പിന്റെ അവശിഷ്ടങ്ങൾ എന്റെ മുഖത്ത് ഇനിയും ബാക്കി. ഞങ്ങൾക്ക് ഇവിടെ കാടൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ കാടെന്ന് പറയുന്നത് സമുദ്രമാണ്, കടലാണ്, അറേബ്യൻ സീ ആണ്. അപ്പൊ അവിടെയുള്ള ഒരു ആന, ദ്വീപിലെ പണ്ടുള്ളവര് കടലാനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് തിമിംഗലങ്ങളെ. സോ തിമിംഗലത്തെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല, ബട്ട് ഡെഡ് ബോഡി ആയിട്ടാണ് എനിക്ക് അത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വാർത്ത പകർത്താൻ എന്റെ കൂടെ ഇന്ന് അണിച്ചു തരാൻ അവസരം ലഭിച്ചിരിക്കുന്നത് ഹിഷാം ഔർ ജർണി. നീ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനത്തെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിലില്ല, എനിക്കുമില്ല. ഗൈസ്, ഞങ്ങൾ ബീച്ചിനോട് അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ചെറുതായിട്ടൊരു സ്മെൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല അത് തോന്നിയിരിക്കുന്നത്. ഞങ്ങളുടെ മൂക്ക് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് മണത്തത് കറക്റ്റ് ആണ്. ഇത് അതിന്റെ വായാണെന്ന് തോന്നുന്നു, കൊക്കല്ലേ ഇത്? അതിന് പല്ലൊക്കെ വായ്ക്കകത്തല്ലേ ഉണ്ടാവും, ഇത് അതിന് കൊക്കാണെന്ന് തോന്നുന്നു. ഗായ്സ്, ഇതിന് പിന്നെ ചവയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, വീങ്ങിയാ പോരെ. ഗൈസ്, തിമിംഗലത്തിന് പല്ലുണ്ടോ ഇല്ലേ ഇപ്പൊ പറയണം. ഉണ്ടെങ്കിൽ കമന്റ് പോവാം. ഞങ്ങളിവിടെ തണ്ടി തിരികെയാണ് അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിട്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്നേക്കുമായി എവിടെയാണ് ആ തിമിംഗലം ശക്തമായി കയറിയിരിക്കുന്നത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ നാട്ടിലെ ജഡ്ജി. ജഡ്ജിയിൽ നിറച്ചും ആൾക്കാരാണ്. ചെറുതായിട്ട് കാണാം, താഴെ കിടക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഡെഡായത് നിങ്ങൾക്ക് വല്ല ധാരണയും? അവശിഷ്ടം മാത്രം കയറിയോണ്ട് എങ്ങനെയാണ് ഡെഡായതെന്ന് ഗൈസ്, എനിക്ക് തോന്നുന്നു അത് പ്രായമായിട്ടാണ് മരിച്ചു പോയതെന്നാണ്. ബിക്കോസ് പ്രായമായതിൻ്റെതായിരിക്കും തോന്നുന്നു. ആ പല്ലൊക്കെ അപ്പുറത്താണ് കിടക്കുന്നത്, ബോഡി മാത്രമാണ് ഈ സൈഡില്. വാരിയൊക്കെ പൊട്ടി, കുടലുമാലയൊക്കെ വെളിയില്ല. അതിന്റെ പകുതി ഭാഗങ്ങള് വേറെ ജീവികൾ ഭക്ഷിച്ച പോലെ ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അത്രക്കൊക്കെ വേണോ? ഒരു വേള തിമിംഗല ഛർദി ആരെങ്കിലും കരസ്ഥമാക്കാൻ അത് പറഞ്ഞു പോയാ. അമ്പറൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ കിട്ടുമ്പോ ലോട്ടറി അടിച്ചതുപോലെയാണ്, അവർക്ക് ഒരു ത്രില്ലാണ് തോന്നുന്നത്. കാരണം അത്ര എമൗണ്ട് ആണല്ലോ കയ്യിൽ വരാൻ പോകുന്നത്. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പർ കിട്ടിയിട്ട് വിൽക്കുന്നത് ഇസ് ക്രിമിനൽ ക്രൈം സിറ്റുവേഷൻ. സോ അമ്പർ ആരും കിട്ടിയ എടുത്തേക്കരുത്. അമ്പറം കൊണ്ടുപോയി നിങ്ങളെ എക്സൈസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ആരെങ്കിലും നിങ്ങളെ കരസ്ഥമാക്കുന്നതായിരിക്കും. അമ്പറയും നിങ്ങളെ പോലീസ് ജസ്റ്റ് ബിക്കോസ് ഇതിന്റെ വയറ്റിലാണല്ലോ ഈ അമ്പർ കിടക്കുന്നത്. സോ അപ്പൊ ആ അമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് കിൽ ചെയ്യുന്നുണ്ടെന്നാണ് പലരുടെയും നിഗമനം. സോ അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതൊന്നും എടുക്കാൻ പാടില്ല. അമ്പർ കിട്ടിയാലും ലോട്ടറി അടിച്ചതുപോലെ ത്രില്ലൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. സോ അപ്പൊ അമ്പർ വഹിക്കുന്ന ഒരു വാഹിനിയാണ് നമുക്ക് ഇവിടെ ഡെഡ് ആയിട്ട് കിട്ടിയത്. അതിന്റെ സങ്കടം തീർച്ചയായിട്ടും ഞങ്ങളുടെ വോയിസ് ഉണ്ട്. പക്ഷേ എന്താ പറയാ, റെക്കോർഡ് ചെയ്യുമ്പോൾ കോമഡി ആയി പോകും. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആയി പോവാൻ, ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ വളരെ നോർമലാണ്. അപ്പോൾ